തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മേയർ കെയർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ എനിക്ക് പിറകിൽ കാണുന്നത്. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാണ്. ഇത് ഒരു വാർഡിലെ 50 കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള ബാഗ്, ബുക്കുകൾ, പേന തുടങ്ങിയ വിദ്യാഭ്യാസ ഉപകരണങ്ങളാണ് അവർക്ക് നൽകുന്നത്. ഇത് ഓരോ വാർഡ് മെമ്പറും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഇതിന് വളരെ അധികം ആവേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഫണ്ട് ഒരിക്കലും കോർപ്പറേഷൻ്റെ ഫണ്ടല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് സുമനസ്സുകളുടെ സഹായമാണ്. മേയർ ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടത് പ്രകാരം സുമനസ്സുകൾ സഹായിച്ച അവർ നൽകുന്ന സംഭാവനകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാർഡിൽ 50 കുട്ടികൾക്ക് പുസ്തകങ്ങളും ബുക്കുകളും ബാഗ്, കുട, പേന, അങ്ങനെ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കിവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ്, അതുപോലെ തന്നെ ഏറ്റവും നല്ല ബുക്കുകളാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു വാർഡിൽ 50 കുട്ടികൾ വെച്ച് 101 വാർഡുകളിലെയും കുട്ടികൾക്ക് വളരെ ബൃഹത്തായ ഒരു പദ്ധതി പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അത്രയ്ക്കും വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത്. മേയർ കെയർ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറുടെ പ്രത്യേക താല്പര്യപ്രകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ എല്ലാ വാർഡ് മെമ്പർമാരും ഇതിൻ്റെ പിറകിൽ നിൽക്കുന്നത്. അവർ രാവിലെ മുതൽ തന്നെ അവരിതിൻ്റെ ബാഗുകളും ആ ബുക്കും ഇതൊക്കെ അടുക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പിന്നിൽ കാണാം ഈ ബുക്കുകളൊക്കെ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്മേറ്റിൻ്റെ ബുക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും ക്വാളിറ്റിയുള്ള ബുക്കുകളാണ്. ഒരു സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ചീപ്പായിട്ടുള്ള സാധനങ്ങളല്ല, ഏറ്റവും ക്വാളിറ്റിയുള്ള ബുക്കുകൾ, അതുപോലെ തന്നെ ബാഗുകൾ, അങ്ങനെ എല്ലാവരും വളരെ സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ പേര് മേയർ കെയർ എന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരമായിട്ടുള്ള ഒരു സാധനങ്ങളാണ്. ബാഗ് എന്നൊക്കെ പറയുന്നത് വളരെ ഏറ്റവും ക്വാളിറ്റിയുള്ള ബാഗുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഈ ഒരു രൂപ പോലും കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത് സുമനസ്സുകളുടെ സഹായം, ഈ ഒരു ആവശ്യം ഉന്നയിച്ച സമയത്ത് സുമനസ്സുകളായ ആളുകൾ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, മേയറിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, കോർപ്പറേഷൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ആ ഒരു സംരംഭമാണിത്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഇത് പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച്, അവർ നൽകിയ സംഭാവനകൾ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതാണ്. ഇത് ഉടനെ തന്നെ ഈ 50 ഓരോ വാർഡ് മെമ്പർമാരെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോർപ്പറേഷനിലെ 101 വാർഡുകളെയും പരിഗണിച്ചുകൊണ്ട്, എല്ലാ വാർഡ് മെമ്പർമാരെയും തുല്യമായി പരിഗണിച്ചുകൊണ്ട് 101 വാർഡ് മെമ്പർമാർക്കും അവരുടെ വാർഡുകളിൽ 50 കുട്ടികൾക്കും എന്ന രീതിയിൽ ഒരു കക്ഷി രാഷ്ട്രീയമോ ഒരു വ്യത്യാസമോ ഇവിടെ നോക്കുന്നില്ല. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസവും നോക്കാതെ ഒരു വാർഡിൽ 50 കുട്ടികൾ എന്ന ക്രമം മാത്രമാണ് മുൻഗണനയിൽ എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് മേയർക്ക് എന്ന ഈ ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി ഉടനെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകുന്നതാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ മെമ്പർമാർ, കൗൺസിലർമാർ അവർ അതിൻ്റേതായിട്ടുള്ള, നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, വളരെ ആവേശത്തോടു കൂടിയും ആത്മാർത്ഥത്തോടു കൂടിയുമാണ് കാണുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഇരിക്കുന്നവരെല്ലാം ഇവിടുത്തെ കൗൺസിലർമാരാണ്, ഇവിടുത്തെ സ്റ്റാഫുകളാണ്. ഇവർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. വേറെ ആരും അല്ല, പുറത്തുനിന്ന് ആളുകളെ കൂലിക്കെടുത്തുകൊണ്ട് ചെയ്യുന്നതല്ല. ഇത് ഇവിടുത്തെ കൗൺസിലർമാർ മേയറുടെ നേതൃത്വത്തിൽ നിർദ്ദേശം മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ. ഇതാണ് ഈ മേയർ കെയർ എന്ന ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 5050 പഠന ഉപകരണങ്ങൾ ഒരു വാർഡിൽ 50, നേരത്തെ സൂചിപ്പിക്കേണ്ട ഒരു വാർഡിൽ 50 കുട്ടികൾക്ക് എന്ന ക്രമത്തിൽ 101 വാർഡുകളിൽ 5050 പഠനോപകരണങ്ങളാണ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട മേയറോട് വളരെ പ്രധാനപ്പെട്ട നമ്മളോട് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും നമ്മളോട് മേയർ സംസാരിക്കും. ഏറ്റവും ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നേരത്തെ പറയുകയുണ്ടായി, ഇത് മേയറുടെ നിർദ്ദേശപ്രകാരം പൊതുജനങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ മേയർ കെയർ. ഇത് ഫണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. കോർപ്പറേഷൻ്റെ ഫണ്ടോ പൊതുജനങ്ങളുടെ ഒന്നും ഫണ്ട് വാങ്ങുന്നില്ല. ഇത് കോർപ്പറേഷനുമായിട്ട് ബന്ധമുള്ള, അതോടൊപ്പം തന്നെ മേയർ എന്നുള്ള നിലയ്ക്ക് ചില വ്യക്തിബന്ധമുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ആവശ്യത്തിന് അത് എല്ലാം വാങ്ങി തരികയാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യവും ലക്ഷ്യവും അവരോട് പറഞ്ഞപ്പോൾ പരിചയമുള്ളവർ ഇങ്ങനെ ചില കാര്യങ്ങൾ കോർപ്പറേഷനെ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണിപ്പോൾ ആവശ്യമെന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങളിത് പറഞ്ഞു. അപ്പോൾ വളരെ വലിയ പ്രതികരണം കിട്ടിയപ്പോഴേക്കും ചില ബാങ്കുകളുമായിട്ടൊക്കെ സംസാരിച്ചു. അവരുടെ CSR ഫണ്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വാങ്ങുന്നത്. കോർപ്പറേഷൻ്റെ പണം ഉപയോഗിക്കുന്നില്ല, പൊതുജനങ്ങളിൽ നിന്നും അങ്ങനെ ഞങ്ങൾ പണം കളക്ട് ചെയ്യുന്നില്ല, പണം ആരുടെ നിന്നും വാങ്ങുന്നില്ല. ഞങ്ങൾ ആവശ്യമുള്ള ഒരു കിറ്റിൻ്റെ ലിസ്റ്റ് കൊടുത്തപ്പോഴേ ആ കിറ്റ് വാങ്ങി തരികയാണ് അവർ ചെയ്യുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. ഞങ്ങൾ പ്രിൻസിപ്പൽമാരിൽ നിന്നും അതോടൊപ്പം തന്നെ DD വഴി തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിലുള്ള ഗവൺമെൻറ് സ്കൂളും എയ്ഡഡ് സ്കൂളും കണക്കെടുത്തുകൊണ്ട്
അവിടെ നിന്ന് ഡിസർവ് ചെയ്യുന്ന കുട്ടികളുടെ ഒരു വാർഡിൽ നിന്ന് 50 കുട്ടികളുടെ ലിസ്റ്റ് തരണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പാണ് ആ ലിസ്റ്റ് തരുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഞങ്ങളിത് വിതരണം ചെയ്യുന്നത്. വരും വർഷങ്ങളിൽ ഇപ്പോൾ 5000 കുട്ടികൾക്ക് കൊടുക്കുവാനാണ് പ്ലാൻ. വരും വർഷങ്ങളിൽ ഇത് വളരെ കാര്യമായിട്ട് വർദ്ധിക്കും. അത്രത്തോളം വലിയ പ്രതികരണമാണ് കിട്ടുന്നത്. പൊതുജനങ്ങളിൽ നിന്നുള്ള ഫണ്ടല്ല എന്ന് പറയുന്നത്. അപ്പം ഈ CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു മേയർ സംസാരിച്ച സമയത്ത്? വളരെ പോസിറ്റീവാണ്. സംസാരിച്ച് ഞങ്ങൾക്കെല്ലാം കോർഡിനേറ്റ് എടുക്കാനുള്ള സമയക്കുറവുണ്ട്. അല്ലെങ്കിൽ 5000 ഒന്നുമല്ല, ഒരു പക്ഷേ കോർപ്പറേഷനിലെ മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കും. 40,000 കുട്ടികളാണുള്ളതായിട്ടാണ് കണക്ക്. 40,000 കുട്ടികൾക്ക് ഞാൻ കൊടുക്കാൻ സാധിച്ചേനെ. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ 5000 നിർത്തേണ്ടി വന്നത്. എന്തായാലും വളരെ വലിയ പ്രതികരണമാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ ആലോചിക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ മേയർ സംസാരിച്ചതുപോലെ തന്നെ ഇത് ഒരിക്കലും ഒരു പൊതുജനങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല, കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല. ഇത് തീർച്ചയായും ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് സുമനസ്സുകൾ, നേരത്തെ സൂചിപ്പിക്കേണ്ട സുമനസ്സുകൾ അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് മുന്നിട്ട് നിൽക്കുന്നത്. ആ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് പിന്നിൽ കാണുന്നുണ്ട്. വളരെ മേയർ സൂചിപ്പിച്ചതുപോലെ തന്നെ 5050 ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗിക്കുന്നത്. അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇത് പ്രവർത്തിച്ച് കൊണ്ടുപോകും. എല്ലാവരും വളരെ ആക്റ്റീവായി നിൽക്കുന്നുണ്ട്. ഇത് വിതരണം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ്. ആ ലിസ്റ്റ് പോലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ, ഇവിടെ രാഷ്ട്രീയം ഒന്നും നോക്കുന്നില്ല, അല്ല കൗൺസിലർമാരല്ല തീരുമാനിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളിലും അവർ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇത് നമ്മൾ തിരുവനന്തപുരം നഗരസഭയുടെ സ്കൂൾ കുട്ടികൾക്ക് 5000 പേർക്ക് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ, നമ്മുടെ മേയറുടെ നേതൃത്വത്തിൽ നമ്മൾ ആ കുട്ടികൾക്കെല്ലാം തന്നെ സ്കൂൾ ബാഗും അതുപോലെ തന്നെ ബാക്കി പെൻസിലും ബാക്കി എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ മേയറുടെ നേതൃത്വത്തിൽ കൊടുക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള പാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. എല്ലാ കൗൺസിലേഴ്സും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇതൊരു പാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. കാരണം അവർ പറയുന്ന ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നഗരസഭയുടെ ഫണ്ടോ ഒന്നും തന്നെയല്ല, മേയറുടെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിക്കുവാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻകൈ എടുത്ത മേയർക്ക് എത്ര അഭിനന്ദനങ്ങളും അറിയിച്ചാലും മതിയാവില്ല എന്നാണ് ഓരോ ആളുകളും ഇതോടനുബന്ധിച്ച് നമ്മളോട് സൂചിപ്പിച്ചത്. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്ന ഓരോ കൗൺസിലേഴ്സും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5000 പേർ ഓരോ സ്ഥലത്തും. ഇപ്പോൾ ഇവിടെ ബാഗുകളുണ്ട്, ഇവിടെ ബുക്സ് ഉണ്ട്, ബാക്കി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ബാക്കി ഇതെല്ലാം നമ്മുടെ അവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകുമ്പോൾ ബാക്കി എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇവിടെ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ആദ്യത്തെ വർഷമായിട്ട് നമ്മൾ കൊടുക്കുവാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിൽ വന്ന ശേഷം നമുക്ക് നമ്മുടെ മേയറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചത് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എല്ലാം പാക്ക് ചെയ്ത് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്കുണ്ട്. അത് സ്കൂൾ HMനോടും ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും അതായത് അത്യാവശ്യമൊക്കെ പലരും സ്കൂൾ ബസ്സും അല്ല സ്കൂളിലെ ബുക്സും ഒക്കെ തന്നെ അതുപോലെ ബാഗും ഒക്കെ തന്നെ വാങ്ങിയ കുട്ടികളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു ബാഗും ബുക്കും ഒന്നും തന്നെ വാങ്ങാൻ സാധിക്കാത്ത കുറേ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രകാരമാണ് ഇങ്ങനെ ഒരു ബാഗും അതുപോലെ ബാക്കി ബുക്സും ഒക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഈ റേഡിയോ ചാനലും പലതും കണ്ടിട്ടുണ്ട്, പക്ഷേ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കണ്ടിട്ടുണ്ട്. അത് കൂടാതെ കോർപ്പറേഷൻ ഫണ്ടും അല്ല, കോർപ്പറേഷൻ ഫണ്ടല്ല. നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മേയറുടെ നേതൃത്വത്തിൽ നമ്മുടെ കോർപ്പറേഷൻ്റെ മൊത്തം ടീമിൻ്റെ ഒരു മൊത്തം സഹകരണത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇതിന് സഹായിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നമ്മളെല്ലാവരും നന്ദി പറയുന്നത് നമ്മുടെ മേയറോടാണ്. കാരണം അദ്ദേഹം വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെയാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങി ഇങ്ങനെ ഒരു ടീമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് തന്നെയായിരിക്കും കൊടുക്കുന്നത്.